ഉണ്ടാക്കുന്നത് മത്തിക്കുഞ്ഞ് മുകളിലിട്ട് വെച്ചത്. അപ്പോൾ ഈ മത്തി നല്ല വൃത്തിയിൽ മുറിച്ചിട്ട് കവിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുകളിലിട്ടിട്ട് എങ്ങനെ കറിയാക്കാമെന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാം. പുളി ഞാൻ വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചതാണിത്. അപ്പോൾ ഈ പുളി ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കൂട്ടണം. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. വേഗമാക്കാം. ഇതിന് മുളും മഞ്ഞൾപ്പൊടിയും പുളിയും വെളുത്തുള്ളിയും മാത്രം മതി. ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഉപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഞാൻ പറങ്കിപ്പൊടി ഇടുന്നുണ്ട്. ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ ഇതിലേക്ക് പറങ്കിപ്പൊടി ഇടുന്നത്. കാൽ സ്പൂണ് മഞ്ഞളിൻ്റെ പൊടിയും ഇതിലേക്ക് ഇടുന്നുണ്ട്. 1 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നു. ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് പറങ്കി കുറവ് പോലെ തോന്നി. അപ്പോൾ 1 സ്പൂണും കൂടെ പറങ്കി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കപ്പിൽ 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് തീമ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി കുഞ്ചിട്ടിടണം. അപ്പോൾ നമുക്കിത് വേവാൻ വേണ്ടി വെക്കാം. ഞാനിത് വേവാൻ വേണ്ടി വേവിക്കുന്നുണ്ട്. വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തീമ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ മത്തിക്കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് കുറച്ച് വറ്റണം. ഇത് ഇളക്കാൻ പാടില്ല. ഇളക്കി കഴിഞ്ഞാൽ ഇത് ഫുള്ള് പൊടിഞ്ഞു പോകും. പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഉണ്ട്. ഇത് ഞാൻ ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇടും. ഇതിലേക്ക് ഞാൻ ഈ കുഴിച്ച് വെച്ച വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഇതൊന്ന് നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങയും കൂടെ ഇടാം കേട്ടോ. തേങ്ങ ഞാൻ ഇടുന്നില്ല. തേങ്ങ ആവശ്യമില്ലവർ തേങ്ങയും കൂടെ ചേർക്കാം ഇതിലേക്ക്. വെള്ളം